ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 203, പേജ് നമ്പർ 203 ഫസ്റ്റ് പ്രോബ്ലം. The base of a prism is an equilateral triangle of perimeter 12 cm and its height is 5 cm. What is its total surface area? അതാണ് പ്രോബ്ലം. ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കുക. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ പ്രിസമാണ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അതിലാണ് നമ്മൾ ഇതിനകത്ത് നോട്ട് ചെയ്യേണ്ടത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്, അതിൻ്റെ ബേസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 12 cm ആണ്. പ്രിസത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 cm ആണ്. വാട്ട് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ ഫോർമുല ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ടൈംസ് ബേസ് ഏരിയ. അതാണ് നമ്മുടെ ഫോർമുല. ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ടൈംസ് ബേസ് ഏരിയ. ഓക്കെ, ഈ ലാറ്ററൽ സർഫസ് ഏരിയ, ഇതിനകത്ത് ഇപ്പം നമുക്ക് ലാറ്ററൽ സർഫസ് ഏരിയ അറിയില്ല. ലാറ്ററൽ സർഫസ് ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം, എങ്കിലേ നമുക്ക് ഈ ടോട്ടൽ സർഫസ് ഏരിയയിലോട്ട് നമുക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള പരിപാടി ചെയ്യാം. lateral surface area equal to base perimeter into height. ബേസ് പെരിമീറ്റർ എത്ര? 12. ഹൈറ്റ് എത്ര? 5. ഈക്വൽ ടു 5 60 cm². അതവിടെ ഇരിക്കട്ടെ. ലാറ്ററൽ സർഫസ് ഏരിയ. ഇനി നമുക്ക് ബേസ് ഏരിയയുടെ കണ്ടുപിടിക്കണം. ബേസ് ഏരിയ കണ്ടുപിടിക്കണം. അറിയാം, നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നറിയാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്ന ഏരിയക്കുള്ള ഫോർമുല എന്ന് പറയുന്നത് √3a²/4 എന്നാണ്. എ എന്ന് പറഞ്ഞാൽ സൈഡാണ്. പക്ഷെ സൈഡ്, അതായത് ആ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. പകരം എന്തോ നമുക്ക് തന്നേക്കുന്നത്? പകരം നമുക്ക് തന്നേക്കുന്നത് പെരിമീറ്ററാണ്. പെരിമീറ്ററിൻ്റെ ഫോർമുല എന്തുവാ? 3a എന്നുള്ളത്. 3a ഈക്വൽ ടു എത്രയാണ്? പെരിമീറ്റർ 12. അപ്പം a ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 3 പുറത്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു 4 cm. ഒരു സൈഡ് നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഈസി ആയിട്ട് ബാക്കിയുള്ള സ്റ്റെപ്പിലോട്ട് നടക്കാം. ബേസ് ഏരിയ കണ്ടുപിടിക്കാം. ബേസ് ഏരിയ ഈക്വൽ ടു √3a²/4 ഈക്വൽ ടു √3 ഇൻറ്റു a 4 × 4 ഡിവൈഡഡ് ബൈ 4. ഒരു 4 ക്യാൻസൽ ആയി പോകും. ഈക്വൽ ടു ബേസ് ഏരിയ ഈക്വൽ ടു 4√3 cm². അപ്പോൾ ബേസ് ഏരിയ നമുക്ക് ഇതിനകത്ത് ഈ ഫോർമുലയിലുള്ള വാല്യൂസ് എല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു 60, ബേസ് ഏരിയയും കണ്ടുപിടിച്ച് വെച്ചു. ഇനി അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു lateral surface area plus 2 into base area equal to lateral surface area എത്ര കിട്ടി? 60 plus 2 into base area എത്ര? 4√3
അല്ലേ? equal to 60 plus 8 root 3 അല്ലേ? equal to 60 plus 8 into root 3യുടെ വില നമുക്കറിയാം. എത്രയാണ്? 1.732 equal to 60 plus 1732 into 8 26 23 27 ശിഷ്ടം 2 56 അല്ലേ? നമുക്ക് 3 സ്ഥാനം മാറ്റി കൂട്ടിടാം. 13.856 അല്ലേ? 60 പ്ലസ് 13.856 എത്തോ അല്ലേ? നമുക്ക് കൂട്ടാം. 73.856 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ടോട്ടൽ സർഫസ് ഏരിയ. ക്ലിയർ അല്ലേ? ടോട്ടൽ സർഫസ് ഏരിയ, ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് 2 ഇൻറ്റു ബേസ് ഏരിയ. ഓരോന്നിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ച് പിന്നെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തു. 73.856 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ.